തിയേറ്ററിൽ ഇനി പിച്ച് റിപ്പോർട്ട് കാണാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണല്ലോ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 വർഷമായി യോഗി ആദിത്യനാഥ് സർക്കാർ അവിടെ അധികാരത്തിലിരിക്കുന്നു. 5 വർഷമായി നരേന്ദ്രമോദി സർക്കാരും അധികാരത്തിലിരിക്കുന്നു. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ജനവിഭാഗം ഈ സംസ്ഥാനങ്ങളിലൊക്കെ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് എന്നാലും ഉത്തർപ്രദേശിൽ അങ്ങനെയുള്ള ചില സംസാരങ്ങൾ കേൾക്കാം. ഞങ്ങളുടെ പ്രതിനിധി എ റഷീദുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2ാം വർഷത്തിലേക്ക് കിടക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കേന്ദ്രത്തിൽ പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്ന നരേന്ദ്രമോദി സർക്കാർ. ഇന്ത്യയിൽ ഏറ്റവും അധികം മുസ്ലിം ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിലൊന്നായ ഉത്തർപ്രദേശിൽ ഇത് എന്ത് മാറ്റമാണ് ഈ സമൂഹത്തിനകത്ത് സൃഷ്ടിക്കുന്നത്? വരാനിരിക്കുന്ന ഗവൺമെൻറ്റുകളെ ചൊല്ലി എന്ത് ആദിയാണ് ഈ സമൂഹത്തിനുള്ളത്? ഇന്ന് മീഡിയ വണ്ണിൻ്റെ ന്യൂസ് തിയേറ്റർ അന്വേഷിക്കുന്നത് ഇക്കാര്യമാണ്. നാം എത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിലാണ്. ഷാജഹാൻപൂർ വളരെ പുരാതനമായ ഒരു നഗരമാണ്. ഈ പരിസരത്തെല്ലാം ഒരു പണ്ടുകാലത്തുള്ള ധാരാളം ചരിത്ര സ്മാരകങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. നമുക്കിവിടുത്തെ വലിയ പള്ളിയിലെ ഇമാമുമായി ഏറ്റവും ആദ്യം സംസാരിക്കാം. आपको मुसलमानों के जो हालत है इधर, खास करके योगी सरकार आने के बाद, उसको कैसा लग रहा है? वो इस इलेक्शन में क्या फ़र्क उसको लेके होने वाले हैं? मेरा जहाँ तक मानना है कि मुस्लिम कौम ये चाहती है कि उसे एक अच्छा रहनुमा चाहिए और उसके हर मामलात में, ख्वाह वो दीनी मामलात हों या दुनियावी, कोई ऐसा रहनुमा जो हर जगह पर उसके सपोर्ट करे. ये माली माशी उनका जो ज़िंदगी है उसमें कोई ख़ास फ़र्क आजकल आ रहा है क्या? देखिए, सबसे बड़ी माली और माशी कमज़ोरी जो है मुस्लिम कौम की, वो तालीम से दूरी है. मैं गवर्नमेंट को इसमें या किसी भी राजनीतिक पार्टी को दोषी नहीं देता. मैं अपना एक नज़रिया पेश करता हूँ कि जहाँ तक पस्ती में पहुँच रहा है मुस्लिम कौम, पस्ती में ये जा रहा है, ये सबसे बड़ी इसमें कमज़ोरी हमारी कम इल्मी है. अगर हम हाई एजुकेशन हासिल करें तो मैं समझता हूँ कि हमारी जो राज्य सरकार हो या केंद्र की सरकार हो वो हमारी सपोर्ट करेगी, हमारा मानना है. तो यहाँ तालीम का जो मेयार है ख़ास तौर से मुस्लिम्स में, वो बहुत ही गिरा हुआ है. उसकी वजह है माशी हालात. यहाँ मज़दूर पेशा लोग हैं और वो भी ख़ास तौर से यहाँ कालीन का काम हुआ करता था. ट्रेनिंग कॉलेजेस भी एक महल्ले में गवर्नमेंट की तरफ से खोला गया था, लेकिन उनकी सही मदद नहीं हो पाई. जबकि यहाँ का कालीन बड़ा ही मशहूर था. तो माशी हालत धीरे धीरे गिरती गई. रही तालीम की बात, प्राइमरी क्लासेस, हाई स्कूल या इंटर तक तो कर लेते हैं, लेकिन हायर एजुकेशन के लिए पैसे की ज़रूरत है और पैसे के हालत में मुसलमान यहाँ का काफ़ी पिछड़ा हुआ है. उसको वो सहूलत नहीं मिल पाती है जो मिलना चाहिए थी. कई तरह का स्कॉलरशिप का योजना है. आपको तो अगर टीवी खोल के तो सुबह से शाम तक वही चल रहा है कि आप लोग को ये स्कॉलरशिप, ये सब साफ दिखावा है. ये खाना दे रहे हैं दोपहर में और ये वो दे रहे हैं, हाँ, मिड डे मील देते हैं यहाँ. तो ये सिर्फ दिखावे की बात है, इससे तालीम नहीं होती. इसमें जो बच्चों में आना चाहिए, घर का जो माहौल है, उनको रोटी और कपड़ा ही सही नहीं मिल पा रहा है, तो वो किस तरह अपने बच्चों को पढ़ाएंगे? റിട്ടയർഡ് മാത്തമാറ്റിക്സ് പ്രൊഫസർ കൂടിയായ റഫീഖ് അഹമ്മദ് ഖാൻ, അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചത് 150 മുതൽ 200 രൂപ വരെ ദിവസം വരുമാനമുള്ള ഈ പ്രദേശത്തെ ശരാശരിക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സൗജന്യമായി നൽകുന്ന പ്രിലിമിനറി വിദ്യാഭ്യാസത്തിനപ്പുറത്തേക്ക് കോളേജുകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഉയർന്ന വിദ്യാഭ്യാസ മേഖലകളിലേക്കോ കടന്നു പോകാൻ പ്രയാസമുണ്ട്. അതിന് സഹായകരമായ രീതിയിലുള്ള ഒരു സാമ്പത്തിക അവസ്ഥ ഈ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ മുസ്ലിങ്ങൾ ഒരു സമൂഹം എന്ന നിലയിൽ തന്നെ പിന്നോക്കം പോകുന്ന ചിത്രമാണ് ഷാജഹാൻപൂരിനും അതിന് പരിസരത്തുള്ള മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ കാണാനാവുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ സാമ്പത്തിക അവസ്ഥ, അദ്ദേഹം സൂചിപ്പിച്ച ഇതേ സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണ് ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ ബാധിക്കുന്നത് എന്നുകൂടി നമുക്ക് ഇതിൻ്റെ ഒരടുത്ത ഘട്ടമെന്ന നിലയിൽ ചർച്ച ചെയ്യാം. तो रोज़गार के मैदान में और जो माली फील्ड में अब एक ख़ास फ़र्क ऐसा लग रहा है कि नोटबंदी के बाद शुरू हो गया, एक दौर शुरू हो गया जिसमें जो डेवलपमेंट छोटे मोटे स्तर पर जो बिज़नेस चल रहे थे वो सब चीज़ें बहुत पीछे हो गई. इधर का हालत क्या है? हालात इधर के बहुत ख़राब हैं, क्योंकि उत्तर प्रदेश में जब से योगी आदित्यनाथ जी की सरकार आई है तब से अगर
ख़ास तौर से मैं मध्यम श्रेणी की बात करूं, मिडिल क्लास लोगों की बात करूं, तो केंद्र का फैसला था, मोदी जी ने नोटबंदी की थी, लेकिन उससे आम आदमी पे बहुत फ़र्क पड़ा और उसकी कब्र टूट गई, जो आज तक उबर नहीं पाया। അദ്രോഫ് ഖാൻ ഇപ്പോൾ വിശദീകരിച്ചത് ഈ നോട്ട് ബന്ദിയുടെ അതായത് നോട്ട് നിരോധനത്തിൻ്റെ തീരുമാനം നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതുപോലെ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാഘാതമുണ്ടാക്കിയ ഒരു തീരുമാനമായിരുന്നു. അധികാരത്തിലേറിയ തൊട്ടുടനെ ഈ നാട്ടിലെ എല്ലാ അറബുശാലകളും, അത് ഇല്ലീഗൽ അറബുശാലകൾ എന്ന പേരിലാണ് നിരോധിച്ചതെങ്കിൽ പോലും എല്ലാ അറബുശാലകളും കൂട്ടത്തോടു കൂടി നിരോധിക്കാനുള്ള യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ തീരുമാനം. ഈ തീരുമാനം യഥാർത്ഥത്തിൽ ഖുറൈശി എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ വളരെ വലിയ പ്രബലരായ ഒരു വിഭാഗത്തെ സാമ്പത്തികമായി പാടെ തകർക്കുകയാണ് ചെയ്തത്. ഈ ഖുറൈശി സമൂഹം പ്രത്യേകിച്ചും BSP സംഘടനയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ ആ ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക നിലയെ തന്നെ താറുമാറിലാക്കുന്ന ഒരു തീരുമാനമായിരുന്നു. ഈ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി വ്യാപാരങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് ഇടപാടുകളുമൊക്കെ നടത്തി അതിൻ്റെ ഈ കാലികളെ വിൽക്കുന്നവരും അതുപോലെ കാലികളെ വാങ്ങുന്നവരും അറക്കുന്നവരും ഒക്കെയായി നിരവധി മേഖലകളിൽ ജോലി ചെയ്തിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സാമ്പത്തികമായി വലിയ തിരിച്ചടി ഉത്തർപ്രദേശിൽ ഉണ്ടാക്കിയെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഷാജഹാൻപൂർ ഒരു കാലത്ത് കാലീൻ, അതായത് കരിമ്പടം എന്ന് നമ്മൾ സാധാരണ നിലത്ത് വിരിക്കാറുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പരവതാനി, അത് നെയ്യുന്ന ഒരു വലിയ വ്യവസായ കേന്ദ്രം കൂടിയായിരുന്നു. എന്നാൽ ഇന്ന് കാലീൻ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്ട് എല്ലാ ചെറിയ തരം ഫാക്ടറികളും അല്ലെങ്കിൽ തറികളും അടച്ചുപൂട്ടിയിരിക്കുന്നു. കോൺഗ്രസ് കാലത്ത് ഒരിക്കലും ഇവിടെ ഈ കാലീൻ നിർമ്മാണത്തിൽ പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാപനം, ഒരു പരിശീലന കേന്ദ്രം തന്നെ തുടങ്ങിയിരുന്നു. ഇന്ന് അതും അടച്ചുപൂട്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ ഒരു കരിമ്പടം ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് പോലും മലേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലീൻ ഉൽപ്പാദന സംസ്ഥാനമായിരുന്ന നഗരമായിരുന്ന ഷാജഹാൻപൂരിൽ നിന്ന് ഇപ്പോൾ കാലീൻ വളരെ കുറച്ച് മാത്രമേ പുറം ലോകത്തെ മാർക്കറ്റുകളിലേക്ക് എത്തുന്നുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു നഗരം, ഒരു വലിയ ചരിത്രവും അല്ലെങ്കിൽ വളരെ പാരമ്പര്യമുള്ള, സാംസ്കാരികമായും സാമ്പത്തികമായും ഒക്കെ വലിയ പാരമ്പര്യമുള്ള ഒരു നഗരമാണ് ഇപ്പോൾ പതിയെ ക്രമേണ ഈ രാഷ്ട്രീയ മാറ്റങ്ങളുടെയൊക്കെ ഭാഗമായി തന്നെ എന്ന് ഈ ഇവിടെയുള്ള ആളുകൾ വിലയിരുത്തിയതുപോലെ വളരെ പതുക്കെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ശക്തി ഈ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നത് അവരുടെ വലിയ ഒരു പരാതി, അല്ലെങ്കിൽ അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാവുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും ചേർന്നുണ്ടായ ഇപ്പോഴത്തെ സഖ്യത്തെ വലിയ പ്രതീക്ഷയോടെയാണ് ഈ പ്രദേശങ്ങളിലുള്ള പിന്നോക്ക വിഭാഗക്കാരായ ന്യൂനപക്ഷ സമുദായക്കാരായ പ്രത്യേകിച്ച് ദളിതുകൾ BSPയിൽ നേരത്തെ തന്നെ ശക്തി പ്രാപിച്ചു വന്ന ഈ മേഖലകളിൽ നാം ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം BSPയുടെ തന്നെ ഒരു ശക്തി കേന്ദ്രങ്ങളൊന്നായി അറിയപ്പെടുന്ന മേഖലയാണ്. അവിടെയെല്ലാം തന്നെ വലിയ പ്രതീക്ഷയാണ് ഈ സഖ്യം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഇലക്ഷൻ തിയേറ്റർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നമ്മൾ പഞ്ചാബാണ് പരിശോധിച്ചത്. നാളെ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.